ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കലണ്ടറിലെ ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് 1, ടൈപ്പ് 2 ക്വസ്റ്റ്യൻസിന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണുക. കലണ്ടറിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ക്രേസി PSC ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്ക് കണ്ടാലറിയാം. 1996 മാർച്ച് 2 ഏത് ദിവസം? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവില്ല. മുൻപുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഏതെങ്കിലും ഒരു ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ മറ്റേ ദിവസം വേറൊരു ഡേറ്റ് തന്നു, അത് ഏത് ദിവസം, ആ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഒരു ഡീറ്റെയിൽസും ഉണ്ടാവില്ല. ഒരു സ്പെസിഫിക് ഡേറ്റ് തരും, അത് ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനൊരു ഷോർട്ട് കട്ടിലൂടെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുവാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പുള്ള വർഷം എടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 90 ആണ്, 1990. തൊട്ട് മുമ്പുള്ള വർഷം എന്ന് പറയുമ്പോൾ 1989. ഇതിനെ 4 കൊണ്ട് ഹരിക്കണം. നമ്മൾക്കറിയാം, ഇതിനെ 4 കൊണ്ട് ഹരിച്ചാൽ 497 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ് മാർച്ച് 2 എന്നാണ്. ജനുവരി 1 മുതൽ മാർച്ച് 2 വരെ എത്ര ദിവസമുണ്ട് എന്ന് നോക്കണം. അതായത് ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരി നമ്മൾക്കറിയാം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സാധാരണ വർഷമാണ്. സാധാരണ വർഷമാണെങ്കിൽ 28 ദിവസം. മാർച്ചിൽ ഫുൾ ഡേറ്റ് എടുക്കേണ്ട, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മാർച്ച് 2 വരെയാണ്. അപ്പോൾ മാർച്ച് 2 വരെ എടുക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം 31 ആണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്, അതെല്ലാം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 31 ആണെങ്കിൽ 3 ഓഡ് ഡേയ്സ്. ഫെബ്രുവരി 28 ദിവസമാണെങ്കിൽ 0. മാർച്ചിൽ 2 ദിവസം. ടോട്ടൽ വരിക 5 എന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വർഷം 1990. അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ ഹരിച്ച് കിട്ടിയ ഈ ഹരണഫലം 497. ഇവിടെ കിട്ടിയ ഈ ഡേ 5. ഇത് 3 കൂടി കൂട്ടുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുക 2492 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2492നെ 7 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിച്ചാൽ നമ്മൾക്ക് ഇവിടെ ആവശ്യം ശിഷ്ടം എത്രയാണ് എന്നാണ്. 21 പ്രാവശ്യം, ബാക്കി 3, 39 5 പ്രാവശ്യം, 35 ബാക്കി 4, 42 6 പ്രാവശ്യം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശിഷ്ടം 0 എന്നാണ് കിട്ടുന്നത്. ഇതിനൊരു കോഡ് പഠിക്കാനുണ്ട്. വെള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുക. വെള്ളിക്ക് 0, ശനി 1, ഞായർ 2, തിങ്കളാണെങ്കിൽ 3, ചൊവ്വയാണെങ്കിൽ 4, ബുധനാണെങ്കിൽ 5, വ്യാഴമാണെങ്കിൽ 6. ഈ കോഡ് നമ്മൾക്കറിയണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുവാനായി 0 വന്നാൽ വെള്ളിയാണ്, 1 ആണെങ്കിൽ ശനി, 2 ഞായർ, 3 ആണെങ്കിൽ തിങ്കൾ, 4 ആണെങ്കിൽ ചൊവ്വ, 5 ആണെങ്കിൽ ബുധൻ, 6 ആണെങ്കിൽ വ്യാഴം. ഇവിടെ നമുക്ക് കിട്ടിയത് 0 എന്നാണ്. 0 എന്ന് പറയുമ്പോൾ ആൻസർ വരിക വെള്ളി എന്നാണ്. അപ്പോൾ 1990 മാർച്ച് 2 വെള്ളിയാഴ്ചയാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് തൊട്ട് മുൻപുള്ള വർഷം എടുക്കുക, അതിനെ 4 കൊണ്ട് ഹരിക്കുക. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാർച്ച് 2, ജനുവരി 1 മുതൽ മാർച്ച് 2 വരെ എത്ര ദിവസമുണ്ട് എന്ന് നോക്കുക. അത് പ്ലസ് ചെയ്ത് ആൻസർ 5 എന്ന് കിട്ടും. ഇങ്ങനെ പ്ലസ് ചെയ്യാതെ ഈ 31, 28, 2 ഇങ്ങനെ പ്ലസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് വലിയ ആൻസർ ആവും എന്നേ ഉള്ളൂ.
ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്ന ഈ വർഷം, ഈ ഹരണഫലം, ഈ ദിവസം, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. ആ ഉത്തരത്തിന് 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എത്രയാണ് എന്ന് നോക്കുക. ശിഷ്ടം അനുസരിച്ച് ഇവിടെ ഒരു കോഡ് പഠിക്കാനുണ്ട്. ശിഷ്ടം വരുന്നത് 0 ആണെങ്കിൽ വെള്ളി, 1 ആണെങ്കിൽ ശനി, 2 ആണെങ്കിൽ ഞായർ, 3 ആണെങ്കിൽ തിങ്കൾ, 4 ആണെങ്കിൽ ചൊവ്വ, 5 ആണെങ്കിൽ ബുധൻ, 6 ആണെങ്കിൽ വ്യാഴം. വെള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്താൽ മതി. വെള്ളിക്ക് 0 കൊടുക്കണം എന്ന് മാത്രം ഓർക്കാനേ ഉള്ളൂ. അതനുസരിച്ച് ബാക്കി എല്ലാത്തിനും വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം 0 കിട്ടിയത്. അപ്പോൾ ആൻസർ വരിക വെള്ളി എന്നാണ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1988 ഏപ്രിൽ 4 ഏത് ദിവസം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തൊട്ട് മുൻപുള്ള വർഷം എടുക്കുക. 1987. അതിനെ 4 കൊണ്ട് ഹരിക്കണം. ഹരണഫലം എത്രയാണെന്ന് നോക്കുക. നമുക്കറിയാം ഹരണഫലം 496 എന്ന് കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ജനുവരി 1 മുതൽ ഏപ്രിൽ 4 ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഏപ്രിൽ 4 വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതായത് ജനുവരിയിൽ 31, ഫെബ്രുവരി 1988 എന്ന് പറയുമ്പോൾ ലീപ്പ് ഇയർ ആണ് വരുന്നത്. കറക്റ്റായിട്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 29 ദിവസം വരും. മാർച്ചിൽ 31 ദിവസം, ഏപ്രിലിൽ 4 ദിവസം. 31 ദിവസമാണെങ്കിൽ 3 ഓഡ് ഡേ, 29 ദിവസമാണെങ്കിൽ ഒറ്റ ദിവസം, 31 ദിവസമാണെങ്കിൽ വീണ്ടും 3. ഏപ്രിൽ 4 വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ 4 തന്നെ നമ്മളിവിടെ എടുത്തെഴുതുക. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 11 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വർഷം 1988, ഹരണഫലം 496, ഇവിടെ കിട്ടിയ ഈ ടോട്ടൽ ഡേയ്സ്, ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്യുക. ആൻസർ വരിക 2495 എന്നാണ്. ഈ ഉത്തരത്തിനെ 2495നെ 7 കൊണ്ട് ഹരിക്കണം. ശിഷ്ടം എത്രയാണെന്ന് നോക്കണം. 21, 39 5 പ്രാവശ്യം, 35, 4, 45 6 പ്രാവശ്യം, 42. നമുക്കറിയാം ശിഷ്ടം 3 എന്ന് കിട്ടും. മുൻപ് ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ വെള്ളി ആവുമ്പോൾ 0, ശനിയാണെങ്കിൽ 1, ഞായറാണെങ്കിൽ 2, തിങ്കളാണെങ്കിൽ 3. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ശിഷ്ടം 3 വന്നിരിക്കുന്നത്. അപ്പോൾ തിങ്കളാണ് വരിക. ആൻസർ വരിക തിങ്കൾ. ഇത്രയും ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. ഒന്നുകൂടി പറയാം. തന്നിട്ടുള്ള വർഷത്തിൻ്റെ ക്വസ്റ്റ്യനിൽ ആ വർഷത്തിൻ്റെ തൊട്ട് മുൻപുള്ള വർഷം എടുക്കുക. അതിനെ 4 കൊണ്ട് ഹരിക്കുക. ഹരണഫലം ഇവിടെ എടുത്തെഴുതുക. ജനുവരി 1 മുതൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഡേ വരെ എത്ര ദിവസമുണ്ട് എന്ന്, ഡേറ്റ് വരെ എത്ര ദിവസമുണ്ട് എന്ന് കണ്ടുപിടിക്കുക. പിന്നെ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വർഷം, ഹരണഫലമായി കിട്ടിയ ഈ ഉത്തരം, ആകെ ദിവസമായി കിട്ടിയിരിക്കുന്ന ഈ ഉത്തരം, ഈ 3 ഉത്തരങ്ങൾ കൂടി പ്ലസ് ചെയ്ത് ആ ഉത്തരത്തെ 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം എത്രയാണോ ആ ശിഷ്ടത്തിന് എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് അതിന് ഈ കോഡിൽ നോക്കി ആൻസർ എഴുതുക. അത്രേ ചെയ്യാനുള്ളൂ. ഇതേപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.